So, നമ്മളിന്ന് എത്തിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് എത്തിക്സ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇതിൽ മൊഡ്യൂൾ 1 ആയിട്ടുള്ള ഫണ്ടമെൻറ്റൽസ് ഓഫ് എത്തിക്സ് ആണ് നമ്മളിന്ന് തുടങ്ങുന്നത് കേട്ടോ. സോ അതിൽ ഫസ്റ്റ് ഭാഗമാണ് personal and professional ethics. Personal ethics are the most beneficial moral beliefs and values an individual develops over time through family, culture, religion and personal experience. Personal ethics എന്ന് പറയുന്നത് മോറൽ ബിലീഫ്സും വാല്യൂസും ആണ് ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കുക? ചിലപ്പോൾ ഫാമിലി വഴിയായിരിക്കാം, കൾച്ചർ വഴിയായിരിക്കാം, റിലീജിയൻ വഴിയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വഴിയായിരിക്കാം പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. They shape how we behave in our personal life. എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നതെന്ന് ഇതിലൂടെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. പ്രൊഫഷണൽ എത്തിക്സ് ഓൺ അതർ ഹാൻഡ്സ് ആർ ഫോർമൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് laid down by the professional organizations such as IEEE, NSPE, etc. ഇതെന്ന് പറയുന്നത് ഫോർമൽ സ്റ്റാൻഡേർഡ്സും ഗൈഡ് ലൈൻസും ആണ്. ഇത് ഓർഗനൈസേഷൻസ്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് IEEE, NSPE ഒക്കെ. ഓക്കെ, they are meant to ensure responsible and accountable behavior in a പ്രൊഫഷണൽ സെറ്റിംഗ്. ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ എങ്ങനെയാണോ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അതിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. While personal and professional ethics often align, there may be situations where a professional must prioritize legal and ethical codes over personal beliefs. അതായത് ചില സമയങ്ങളിൽ നമ്മുടെ പേഴ്സണൽ ബിലീവ്സിൻ്റെ മേലെയായിട്ട് ചിലപ്പോൾ നമുക്ക് ലീഗൽ ആൻഡ് എത്തിക്കൽ കോഡ്സ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. For example, when a personal stands against nuclear energy clash with professionals' duties in the nuclear project. Okay, അതൊരു എക്സാമ്പിൾ ആണ്. അടുത്തത് പറയുന്നത് എന്താണ്? സിവിക് വെർച്യൂ. Civic virtue is the moral obligation of individuals to contribute positively to the society they are part of. അതായത് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻസ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് സിവിക് വെർച്യൂ എന്ന് പറയുന്നത്. ഫോർ എഞ്ചിനീയേഴ്സ്, സിവിക് വെർച്യൂ ഇൻക്ലൂഡ് following laws, maintaining public safety and contributing to social welfare through ethical engineering practices. നമ്മുടെ ലോസ്, പബ്ലിക് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സോഷ്യൽ വെൽഫെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. An engineer who volunteer expertise to improve local infrastructure or who refuse to cut corners in public project demonstrates civic virtue. അതായത് ചില എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ പബ്ലിക് പ്രൊജക്ട്സിൽ എന്താണ് കട്ട് കോർണറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സിവിക് വെർച്യൂ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ദിസ് ക്വാളിറ്റി എൻഷുവേഴ്സ് ദാറ്റ് എഞ്ചിനീയേഴ്സ് ഓഫ് പബ്ലിക് ഗുഡ് ബിയോണ്ട് മിയർ കംപ്ലയൻസസ് വിത്ത് റെഗുലേഷൻസ്. പബ്ലിക്കിന് നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് പബ്ലിക്കിന് നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, അതായത് അവരുടെ റെഗുലേഷൻസും കംപ്ലയൻസസിനും പുറമെ നല്ല പ്രവൃത്തി പബ്ലിക്കിന് ചെയ്യുന്ന ആൾക്കാരാണെന്ന് ഉള്ള ക്വാളിറ്റീനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് കേട്ടോ. റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാറുണ്ട് അല്ലേ? റെസ്പെക്ട് ഫോർ അതേഴ്സ് ഇൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ റീറ്റെയിൻ ഫെയർ ട്രീറ്റ്മെൻറ്റ്. അതായത് ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഡിഗ്നിറ്റി ഫോർ ഓൾ ദ ഇൻഡിവിജ്വൽസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ gender, race, religion or socio-economic status. This must അവരുടെ റേസ്, ജെൻഡറോ റേസോ റിലീജിയനോ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസോ ഒന്നും നോക്കാണ്ട് ഫെയർ ട്രീറ്റ്മെൻറ്റും ഡിഗ്നിറ്റിയും എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരേപോലെ കൊടുക്കുകയാണ് എന്ത് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ദിസ് റെസ്പെക്ട് മസ്റ്റ് എക്സ്റ്റെൻഡ് ടു നമ്മുടെ കൊലീഗ്സ് ആയിക്കോട്ടെ, ക്ലയൻസ് ആയിക്കോട്ടെ, യൂസേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, when designed infrastructure for റൂറൽ ഏരിയ, നമ്മളൊരു റൂറൽ ഏരിയയിലേക്ക് എന്ത് ചെയ്യാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എൻജിനീയേഴ്സ് എന്ത് ചെയ്യണം? ലോക്കൽ ട്രഡീഷൻസും അവരുടെ കമ്മ്യൂണിറ്റി ഫീഡ്ബാക്സും ഒക്കെ എടുക്കണം. അതായത് അവരുടെ ഇതും കൂടി നമ്മൾ കേൾക്കണം. റെസ്പെക്റ്റിങ് അവരുടെ ലൈഫ് സ്റ്റൈലും അവരുടെ ആവശ്യങ്ങളും നമ്മൾ പരിഗണിക്കണം. കൾച്ചറിങ് ആൻഡ് ഇൻക്ലൂസീവ് ആൻഡ് റെസ്പെക്ട്ഫുൾ വർക്ക് സ്പേസ് ഓൾസോ സ്ട്രെങ്തൻസ്. ഇങ്ങനെ നമ്മൾ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടീം കൊലാബറേഷൻ സ്ട്രെങ്തൻ ചെയ്യുകയും നമ്മളിൽ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവും ചെയ്യും. ഓക്കെ,
അടുത്തതാണ് പ്രൊഫഷൻ, അതേപോലെ തന്നെ പ്രൊഫഷണലിസം. എ പ്രൊഫഷൻ ഈസ് മോർ ദാൻ ജസ്റ്റ് എ ജോബ്. ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിനേക്കാൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് അഡ്വാൻസ് നോളജ്, അതിനുള്ള സ്കില്ല്, അതേപോലെ തന്നെ സൊസൈറ്റിയിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിക്കുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, എൻജിനീയേഴ്സ് എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്ന് പറയുന്നത് എക്രിഡേറ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, എത്തിക്കലായിട്ടുള്ള അക്കൗണ്ടബിലിറ്റിയുടെ ആവശ്യമുണ്ട്, ലൈസൻസിങ്ങിൻ്റെ ആവശ്യമുണ്ട്. സോ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ് എക്സ്പെക്റ്റഡ് ഫ്രം സമ്മൺ എന്ന പ്രൊഫഷണൽ റോൾ. ഒരു പ്രൊഫഷണൽ റോളിലുള്ള ഒരാളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. കീ ട്രേറ്റ്സ് ഓഫ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പങ്ക്ച്വൽ ആയിരിക്കണം ഒരാൾ, അതേപോലെ തന്നെ എത്തിക്കൽ ജഡ്ജ്മെന്റ്സ് ആയിരിക്കണം അയാൾ എറൈസ് ചെയ്യേണ്ടത്, കോമ്പറ്റൻസ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിരിക്കണം. ഒരു എത്തിക്കൽ എഞ്ചിനീയർ, ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് സേഫ്റ്റി എൻഷുർ ചെയ്യണം, അതേപോലെ തന്നെ ഡെഡ് ലൈൻസിന് മുമ്പ് കാര്യങ്ങൾ തീർക്കണം, അതേപോലെ തന്നെ ഹോണസ്റ്റ്ലി എല്ലാവരോടും കാര്യങ്ങൾ പറയണം, അതേപോലെ തന്നെ പുതിയ കാര്യങ്ങൾ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കണം. അടുത്തതെന്ന് പറയുന്നതാണ് ഇൻജെന്യൂറ്റി, ഡിലിജൻസ്, അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി. ഇൻജെന്യൂറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ടു ഫൈൻഡ് ക്ലെവർ ആൻഡ് നോവൽ സൊല്യൂഷൻ ടു എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ്. എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിന് കുറച്ചും കൂടി ക്ലിയറും ക്ലെവറും അതേപോലെ തന്നെ നോവലായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള എബിലിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഇൻജെന്യൂറ്റി എന്ന് പറയുന്നത്. ദിസ് ട്രേഡ് എനേബിൾസ് ഇന്നോവേഷൻ ആൻഡ് പ്രോഗ്രസ്. ഓക്കെ, ഇന്നോവേഷനും പ്രോഗ്രസും എനേബിൾ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലിമിറ്റഡ് റിസോഴ്സസ് ഉള്ള സിറ്റുവേഷൻസിലാണ് ഇത് ഭയങ്കരമായിട്ട് ആവശ്യം വരുന്നത്. ഡെലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കോംപ്ലിമെന്റ്സ് ഇൻജെന്യൂറ്റി ബൈ എൻഷുറിംഗ് ദാറ്റ് ടാസ്ക് ആർ ക്യാരിഡ് ഔട്ട് കെയർഫുള്ളി. ടാസ്ക്സ് എന്ന് പറയുന്നത് കെയർഫുള്ളി ക്യാരി ഔട്ട് ചെയ്യുന്നതാണ്. ഇതെന്ന് പറയുന്നത് പ്രിസിഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഡെലിജൻസിൽ വരുന്നത്. റെസ്പോൺസിബിലിറ്റി ട്രൈസ് ബോത്ത് ടുഗെദർ. റെസ്പോൺസിബിലിറ്റി പറയുന്നത് എന്താണ്, ഇൻജെന്യൂറ്റിനെയും ഡെലിജൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്. ആസ് എഞ്ചിനീയേഴ്സ് മസ്റ്റ് ബി അക്കൗണ്ടബിൾ ഫോർ ദ ഡിസൈൻ. എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് അവരുണ്ടാക്കിയ ഡിസൈനിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം. അവരുടെ ഡിസൈൻ ഡെസിഷൻ, അതേപോലെ തന്നെ യൂസേഴ്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതേപോലെ തന്നെ ഫ്യൂച്ചർ ജനറേഷനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിലൊക്കെ അവരെന്താണ്, ആൻസറബിൾ ആണ്. ഓക്കെ, എ ഡെലിജന്റ് എഞ്ചിനീയർ ചെക്സ് എവറി കാൽക്കുലേഷൻ. എല്ലാ കാൽക്കുലേഷനും ചെക്ക് ചെയ്ത് നോക്കും, ടെസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് പൊട്ടൻഷ്യൽ റിസ്ക് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആണ് എന്തൊരു കാര്യം ചെയ്യുക. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റഗ്രിറ്റി. നമ്മുടെ ഡിസൈൻ ഡെവലപ്മെന്റ് റിസർച്ചിൽ ഉള്ള ഇന്റഗ്രിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്റഗ്രിറ്റി ഈസ് എ കമ്മിറ്റ്മെന്റ് ടു ഹോണസ്റ്റ്, ഫെയർനെസ് ആൻഡ് എത്തിക്കൽ കണ്ടക്ട് ത്രൂ ഔട്ട് ദ എഞ്ചിനീയറിംഗ് പ്രോസസ്. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ എന്തിനോട്, നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ ത്രൂ ഔട്ട് നമ്മൾ കാണിക്കണം ഹോണസ്റ്റി, ഫെയർനെസ്, എത്തിക്കൽ കണ്ടക്ട് ഒക്കെ ഇതിൽ വരുന്നതാണ്. വെദർ ഇൻ പ്രൊഡക്റ്റ് ഡിസൈൻ, സിസ്റ്റം ഡെവലപ്മെന്റ് ഓർ റിസർച്ച്, engineers must report data truthfully, avoid plagiarism and resist pressure to manipulate outcome. Okay, engineers എന്ന് പറയുന്നത് അതിപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ ആയിക്കോട്ടെ, സിസ്റ്റം ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, റിസർച്ച് ആയിക്കോട്ടെ, ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അത് ഭയങ്കര സത്യസന്ധത ഉള്ളതായിരിക്കണം, പ്ലാഗറിസം അവോയ്ഡ് ചെയ്യണം, അതേപോലെ തന്നെ പ്രഷർ ഇല്ലാതിരിക്കണം ഔട്ട്കം മാനിപ്പുലേറ്റഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കണം. Transparent method and full disclosure of limitations ensures that designs are safe and reliable. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സേഫ് ആൻഡ് റിലയബിൾ ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് അവോയ്ഡിങ് കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ദ കീ, അനദർ കീ ആസ്പെക്ട്. നമ്മൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കമ്മ്യൂണിറ്റിക്ക് രണ്ട് ഒപ്പീനിയൻ ആയിരിക്കും അല്ലേ. സോ ഇതൊരു രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഡിസിഷൻസ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. എഞ്ചിനീയറിംഗ് ഷുഡ് നോട്ട് ലെറ്റ് പേഴ്സണൽ ഗെയിൻ ഓർ ഫേവറിസം ഇൻഫർ ഇൻ ടെക്നിക്കൽ ജഡ്ജ്മെന്റ്. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് പേഴ്സണൽ ഗെയിനോ ഫേവറിസത്തിന് വേണ്ടിയിട്ടോ
ഇതാക്കാൻ പാടില്ല. എന്താണ് പ്ലേഗറിസം? നമ്മളിവിടെ പറഞ്ഞില്ലേ, അവോയ്ഡ് പ്ലാഗറിസം. എന്താ പ്ലാഗറിസം? പ്ലാഗറിസം എന്ന് പറയുന്നത് ഇൻവോൾവ്സ് യൂസിങ് അനദർ പേഴ്സൺസ് വർക്ക്, ഐഡിയ ഓർ റിസർച്ച് ഫൈൻഡിങ് വിത്തൗട്ട് ഗിവിങ് പ്രോപ്പർ ക്രെഡിറ്റ്. അവർക്ക് പ്രോപ്പർ ക്രെഡിറ്റ് കൊടുക്കാണ്ട് നമ്മൾ അവരുടെ വർക്ക് മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെയാണ് പറഞ്ഞ് ചെയ്യുന്നതിനെയാണ് പ്ലാഗറിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡർഡ് എ സീരിയസ് ഒഫൻസ് ഇൻ ബോത്ത് അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ഫീൽഡ്. രണ്ടും അക്കാഡമിക് ആയിക്കോട്ടെ പ്രൊഫഷണൽ ഫീൽഡ് ആയിക്കോട്ടെ രണ്ടും ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു സീരിയസ് ഒഫൻസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇൻ എഞ്ചിനീയറിംഗ് പ്ലാഗറിസം നോട്ട് ഓൺലി അണ്ടർമൈൻസ് പേഴ്സണൽ ഇൻറ്റഗ്രിറ്റി ബട്ട് ക്യാൻ ഓൾസോ ലീഡ് ടു എന്താണ് ഫ്ലോഡ് പ്രൊഡക്റ്റ് ഓർ ഡിസൈൻ ഓഫ് ദ സോഴ്സ് മെറ്റീരിയൽ ഇസ് മിസ്അണ്ടർസ്റ്റുഡ് ഓർ മിസ്റെപ്രസെൻറ്റഡ്. നമ്മുടെ സോഴ്സ് മെറ്റീരിയലിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്തെങ്കിലും തെറ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറ്റായിട്ടുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. Okay, engineering ethical engineers must always cite source, seek permission when needed and contribute original insights. Okay, നമ്മുടെ സ്വന്തം വർക്ക് തന്നെ കാണിക്കണം എന്നാണ് പറയണത്. അടുത്തത് പറയുന്നത് ബാലൻസ്ഡ് ഔട്ട്ലുക്ക് ഓൺ ലോസ്, challenges and case studies ആണ് പറയുന്നത്. When laws provide a framework for applicable conduct, ethical engineering often demands actions beyond what the law requires. ചില സമയത്ത് ലോ റിക്വയർ ചെയ്യുന്ന കാര്യങ്ങളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഡിമാൻഡ്സ് കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. ലീഗൽ കംപ്ലയൻസസ് ഇസ് ദ ബേസ് ലൈൻ. സോ ലീഗൽ കംപ്ലയൻസസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസ് ലൈൻ ഇതിൻ്റെ. എത്തിക്സ് ഡിമാൻഡ്സ് ഹയർ സ്റ്റാൻഡേർഡ്സ് ഇൻ ഫെയർനെസ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. എത്തിക്സ് എന്താ ഡിമാൻഡ് ചെയ്യണത്? ഫെയർനെസ്, സസ്റ്റൈനബിലിറ്റി, അക്കൗണ്ടബിലിറ്റിയുടെ ഒക്കെ കുറച്ച് ഹയർ സ്റ്റാൻഡേർഡ് വേണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ചലഞ്ചർ സ്പേസ് ഷട്ടർ ഡിസാസ്റ്റർ ഇൻവോൾവ് എഞ്ചിനീയേഴ്സ് ഹൂ വർ ലീഗലി കംപ്ലൈൻഡ് ബട്ട് ഫെയിൽ ടു ആക്ട് decisively on ethical concerns about society. ഇവരെന്ന് പറയുന്നത് ലീഗലി കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ ചലഞ്ചർ സ്പേസ് ഷട്ടർ ഡിസാസ്റ്റർ ഉണ്ടായ സമയത്ത്. പക്ഷെ എന്താണ് എത്തിക്കൽ ആയിട്ടുള്ള കൺസേൺസ് ഒന്നും അവർക്ക് നേരെ ഇതാക്കാൻ പറ്റിയില്ല. അവർ ഫെയിൽ ചെയ്തു ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പരാജയമായിരുന്നു. Case studies like these help students and professionals understand how to navigate situations where ethical duties surpass legal compliances. ചില സമയത്ത് എത്തിക്കൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ലീഗൽ റിക്വയർമെൻറ്റ്സ് കംപ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. They also highlight the importance of moral courage and whistle-blowing in protecting public welfare. ഓക്കെ, ഇവിടെ മോറൽ കറേജും വിസിൽ ബ്ലോയിങ്ങും പബ്ലിക് വെൽഫെയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഈ വിസിൽ ബ്ലോയിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻസ്, നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാണ്ട് പുറത്തു വിടുന്നതിനെയാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ അടുത്ത പാർട്ട് എത്തി. ദാറ്റ് ഈസ് ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ റെവല്യൂഷൻ. സോ ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ്. ഡേറ്റ എന്ന് പറയുന്നത് എന്താ റെഫർ ചെയ്യണേ? റോ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ്, കണ്ടന്റ്, ഫിഗേഴ്സ് വിത്തൗട്ട് കണ്ടന്റ്. അതായത് നമ്പർ ആയിരിക്കാം, നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റ്സ് ആയിരിക്കാം. ഒരു ഡേറ്റ പ്രോസസ് ചെയ്യേ അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യേ അല്ലെങ്കിൽ അവർക്കൊരു മീനിങ് കൊടുക്കുകയാണെങ്കിൽ അതിനെന്താ പറയുക? ഇൻഫോർമേഷൻ എന്ന് പറയും. ഡേറ്റയ്ക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഫോർമേഷനാണ്. ഫോർ ഇൻസ്റ്റൻസ്, ഒരു സെറ്റ് ഓഫ് എക്സാം സ്കോർസ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അതെന്ന് പറയുന്നത് സ്റ്റുഡൻസ് നെയിമും അവരുടെ അനലൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് പെർഫോമൻസ് ട്രെൻഡ്സ് മനസ്സിലാക്കാൻ പറ്റില്ലേ? അതാണ് പറയുന്നത്. നോളേജ് എന്ന് പറയുന്നത് എപ്പോഴാണ് എമേർജ് ചെയ്യണത്? ഇൻഫോർമേഷൻ ഇസ് ഇന്റേണലൈസ്ഡ്. ഇൻഫർമേഷൻസ് ഇന്റേണലൈസ് ചെയ്യുമ്പോഴാണ് നോളേജ് എമേർജ് ചെയ്യുന്നത്. ആൻഡ് യൂസ് ടു മേക്ക് ഡെസിഷൻസ് ആൻഡ് ജഡ്ജ്മെന്റ്. ഇതെന്ന് പറയുന്നത് നല്ല ഡിസിഷൻസും ജഡ്ജ്മെന്റ്സും എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇറ്റ് involves applying insights, experience and critical thinking to solve problems. നമ്മുടെ ഇൻസൈറ്റ്സും എക്സ്പീരിയൻസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. Together, these three elements form backbone of digital information system. So, backbone of digital information system എന്തൊക്കെയാണ്? Data, knowledge and information. Always keep that in mind, okay? Data, knowledge and information.
അടുത്തത് സൈബർ ട്രസ്റ്റ് ആൻഡ് സെക്യൂരിറ്റി. Cyber trust and security. As digital system become more deep embedded in our life, cyber trust, the confidence that individuals place in reliability and integrity of the systems becomes virtual. ഓക്കെ, സൈബർ ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെർച്വൽ വേൾഡിൽ നമ്മളെ ഒരു ഇൻഡിവിജ്വൽ എന്താണ് ആ സിസ്റ്റത്തിനോട് കാണിക്കുന്ന റിലയബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിനെയാണ് സൈബർ ട്രസ്റ്റ് എന്ന് പറയുന്നത്. യൂസേഴ്സ് മസ്റ്റ് ഫീൽ സെക്യൂർ ഓഫ് ദാറ്റ് ഡേറ്റ വിൽ നോട്ട് ബി മിസ്യൂസ്ഡ് ഓർ എക്സ്പോസ്. യൂസേഴ്സ് എന്ന് പറയുന്നത് സെക്യൂർ ആയിരിക്കണം, അവരുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പോസ് ആവുകയോ ചെയ്യില്ല എന്നുള്ളത്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് സപ്പോർട്ട് ദ സ്ട്രെസ് ബൈ ഇംപ്ലിമെൻറ്റിംഗ് പ്രോട്ടോകോൾസ്, എൻക്രിപ്ഷൻസ്, ഫയർവാൾ ആൻഡ് അതർ ടെക്നിക്കൽ safeguards to protect against threats such as hacking, malware and data breaches. ഈ ഹാക്കിംഗ്, മാൽവെയർ, ഡേറ്റ ബ്രീച്ചസ് പോലെയുള്ള ത്രെറ്റ്സിൽ നിന്ന് ടെക്നിക്കലായിട്ട് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾസ് ആയിരിക്കാം, എൻക്രിപ്ഷൻസ് ആയിരിക്കാം, ഫയർവാൾസ് ആയിരിക്കാം. ഇതൊക്കെയാണ് എന്ത് സൈബർ സെക്യൂരിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. ഇഫ് ഫെയിലിയർ ഇൻ സൈബർ സെക്യൂരിറ്റി ക്യാൻ ലീഡ് ടു സിവിയർ കോൺസിക്വൻസസ്. അതായത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഉണ്ടാവാം, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവാം, ഡാമേജ് ഇൻ റെപ്യൂട്ടേഷൻ. ഇതൊക്കെ ഇതിന് കാരണമാവുന്ന കുറച്ച് കാരണങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഡേറ്റ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. മോഡേൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷനിൽ ഭയങ്കര ഹെവിലി റിലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. എത്തിക്കൽ ഡേറ്റ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് എൻഷുറിംഗ് പ്രൈവസി, മീനിങ് യൂസർ ഡേറ്റ മസ്റ്റ് ബി കെപ്റ്റ് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. യൂസ്ഡ് ഓൺലി ഫോർ ഇൻറ്റൻറ്റഡ് പർപ്പസ്. ഇതെന്ന് പറയുന്നത് ഇൻറ്റൻറ്റഡ് പർപ്പസിന് വേണ്ടി മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒബ്റ്റെയിനിങ് കണ്ടന്റ് ഡേറ്റ കളക്ഷന് മുമ്പ് നമ്മൾ കൺസെൻറ്റ് വാങ്ങിയിരിക്കണം. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് ആണ്. അതായത് യൂസർ എന്തിനാണെന്നുള്ള കാര്യം ഫുള്ളി ഇൻഫോം ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ അവരായിട്ട് തന്നെ എഗ്രി ചെയ്യുന്നതാണ്. നമ്മൾ ഫോഴ്സ് ചെയ്ത് എഗ്രി ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. എത്തിക്കലായിട്ട് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യം അഡ്രസ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയസസ് ഉണ്ടാവരുത്. അൽഗോരിതം ആൻഡ് ഡേറ്റ സെറ്റ് എന്ന് പറയുന്നത് ജെൻഡറും റേഷ്യലും അതേപോലെ തന്നെ കൾച്ചറൽ പ്രജുഡീസ് ഒന്നും ഇല്ലാണ്ടായിരിക്കണം ഉണ്ടാവുന്നത്. എന്നാൽ മാത്രമാണ് ബയസ് ഇല്ലാതിരിക്കുള്ളൂ, ഫെയർനെസ്സും ഇൻക്ലൂസിവിറ്റിയും ഉണ്ടാവുള്ളൂ. ഓക്കെ, സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് ഓൾസോ റോബസ്റ്റ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, ലീക്സും മിസ്യൂസും എന്താണ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഹൈ ടെക്നോളജീസ് ആക്സസിബിലിറ്റീസും അതേപോലെ സോഷ്യൽ ഇമ്പാക്റ്റും എന്തൊക്കെയാണ് ഈ ടെക്നോളജീസ് കാരണം ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. While high technologies such as artificial intelligence, robotics and blockchain offer immense benefits, they can also exacerbate social inequalities. Okay, high technologies ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ്, ബ്ലോക്ക് ചെയിൻ ഒക്കെ ഇമ്മൻസ് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് എൻഷുർസ് ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽസ് റിഗാർഡ്ലെസ് ഓഫ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അതേപോലെ തന്നെ ജെൻഡർ ഓർ ലൊക്കേഷൻ അവരുടെ ഡിജിറ്റൽ ഇന്നോവേഷൻസ് ബെനിഫിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്ത് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. അഡ്രസ്സിംഗ് ഡിജിറ്റൽ ഡിവൈഡ് ഇസ് ക്രൂഷ്യൽ സോ ദാറ്റ് rural and underprivileged population can not left behind. Okay, ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് റൂറലും അതേപോലെ തന്നെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനെപ്പറ്റി അറിയും, അവർ ലെഫ്റ്റ് ബിഹൈൻഡ് ആയി പോവില്ല. അഡീഷണലി ഓട്ടോമേഷൻസ് മേ ലീഡ് ടു ജോബ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഓട്ടോമേഷൻസ് എന്ന് പറയുന്നത് ജോബ് കുറേ പേരുടെ പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, വിച്ച് റിക്വയർ പ്രോ ആക്റ്റീവ് സ്ട്രാറ്റജീസ് ലൈക്ക് അപ്പ് സ്കില്ലിംഗ് അതേപോലെ തന്നെ റീസ്കില്ലിംഗ് ഓഫ് വർക്ക് ഫോഴ്സ് ടു എൻഷുർ സസ്റ്റൈനബിൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻ ടെക് ഡ്രിവൺ ഫ്യൂച്ചർ. ജോബ്സ് എല്ലാവരുടെയും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവരുടെ അപ്പ് സ്കിൽ ചെയ്യുകയും റീസ്കിൽ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ടെക്നോളജീസിനെ കൊണ്ടുവരുമ്പോൾ ചെയ്യേണ്ടത്. അടുത്തത് എങ്ങനെ നമുക്ക് കോൺഫ്ലിക്ട്സ് മാനേജ് ചെയ്യാം. ഇൻ ഡിജിറ്റൽ ആൻഡ് വർക്ക് സ്പേസ് സെറ്റിംഗ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഇസ് എസെൻഷ്യൽ ഫോർ കൊളാബറേഷൻ ആൻഡ് പ്രോഗ്രസ്. കൊളാബറേഷനും പ്രോഗ്രസിനും കോൺഫ്ലിക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഫ്ലിക്ട്സ് മേ അറൈസ് ഡ്യൂ ടു എത്തിക്കൽ ഡിലീമാസ്.
കോൺഫ്ലിക്ട്സ് എപ്പോഴാണ് ഉണ്ടാവുക? എത്തിക്കൽ ഡെലിമാസ്, അതേപോലെ തന്നെ ഡൈവേഴ്സ് ഒപ്പീനിയൻ ആൻഡ് അൺഈക്വൽ പവർ ഡൈനാമിക്സ്. ഓക്കെ, പവർ എത്തിക്കൽ ഡെലിമ, ഡൈവേഴ്സ് ഒപ്പീനിയൻസ്, അതേപോലെ തന്നെ പവറിൻ്റെ ഡൈനാമിക്സ് അൺഈക്വൽ ആകുമ്പോഴൊക്കെയാണ് കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നത്. എഫക്റ്റീവ് റെസൊല്യൂഷൻ ഇൻവോൾവ്സ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, തുറന്ന് മിണ്ടുക, അതേപോലെ തന്നെ മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുക, ആൻഡ് എ കമ്മിറ്റ്മെൻറ്റ് ടു ഷെയർ എത്തിക്കൽ വാല്യൂസ് ഷെയർ ചെയ്യാനുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കോൺഫ്ലിക്റ്റ് ഷുഡ് നോട്ട് ബി അവോയ്ഡഡ് ബട്ട് അപ്രോച്ച്ഡ് constructively to arrive to a solution that respect all parties involved. കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ പാർട്ടീസിനെയും റെസ്പെക്ട് ചെയ്ത് എല്ലാവരെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷനിക്ക് കൺക്ലൂഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളൂ. എത്തിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൊഫഷണൽസ് must be trained in such a way, such skills to work efficiently in teams and multicultural environments. കളക്റ്റീവ് ബാർഗെയിനിങ്. എന്താ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈസ് എ ഫോർമൽ നെഗോസിയേഷൻസ് പ്രോസസ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് എംപ്ലോയീസ്. ഇതെന്ന് പറയുന്നത് എംപ്ലോയീസും ഗ്രൂപ്പ്സ് ഓഫ് എംപ്ലോയീസുമാണ് often represented by trade union. ഇതെന്ന് പറയുന്നത് ട്രേഡ് യൂണിയൻ ആണ്. ഇറ്റ് ഈസ് എ വെർച്വൽ ടൂൾ ഫോർ മെയിൻറ്റെയിനിങ് ലേബർ റൈറ്റ്സ് ആൻഡ് എൻഷുറിങ് ഫെയർ ട്രീറ്റ്മെൻറ്റ്. ഇതെന്ന് പറയുന്നത് ഒരു വെർച്വൽ ടൂളാണ് കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ലേബർ റൈറ്റ്സും അവരുടെ ഫെയർ ട്രീറ്റ്മെൻറ്റ്സും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ടോപ്പിക്സ് ടിപ്പിക്കലി ഇൻക്ലൂഡ്സ്, ഇതിലെന്തൊക്കെയാണ്? വേജസ്, അവരുടെ വർക്കിംഗ് അവർ, അവർക്കുള്ള ബെനിഫിറ്റ്സ്, അവരുടെ വർക്ക് സ്പേസ് സേഫ്റ്റി, ഇതൊക്കെയാണ് ഇത് കളക്റ്റീവ് ബാർഗെയിനിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. Through collective bargaining, employees can voice their concerns and reach agreements that balance organizational goals with human dignity. ഇത് അവരുടെ കൺസേൺസും അഗ്രിമെൻറ്റ്സും ഒക്കെ എന്ത് ചെയ്ത് ഓർഗനൈസേഷണൽ ഗോൾസ് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മുടെ ആവശ്യം നേടിയെടുക്കാൻ പറ്റും. എത്തിക്കൽ കൺസിഡറേഷൻ കം ഇൻ ടു പ്ലേ ടു എൻഷുർ ബോത്ത് സൈഡ്സ് act as good faith and avoid exploitation and coercion. Okay, അടുത്തതെന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് മോറൽ ഇൻറ്റഗ്രിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇസ് ആൻ എത്തിക്കൽ ഒബ്ലിഗേഷൻ ഇൻ ബോത്ത് ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ ഡൊമൈൻ. ടെക്നിക്കലും പ്രൊഫഷണൽ ഡൊമൈനിലും ഉള്ള എത്തിക്കൽ ഒബ്ലിഗേഷൻസിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. എഞ്ചിനീയേഴ്സ്, ഡെവലപ്പേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് often have access to sensitive data, whether personal, organizational or national. അതായത് എഞ്ചിനീയേഴ്സ്, ഡെവലപ്പേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ എന്താണ് സെൻസിറ്റീവ് ഡേറ്റയുടെ ആക്സസ് ഉണ്ടായിരിക്കും. അത് പേഴ്സണൽ ലെവലായിരിക്കാം, ഓർഗനൈസേഷണൽ ലെവലായിരിക്കാം, നാഷണൽ ലെവലായിരിക്കാം. മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി എൻഷുവേഴ്സ് ദിസ് ഇൻഫർമേഷൻ ഇസ് പ്രൊട്ടക്റ്റഡ് ത്രൂ അൺഓതറൈസ്ഡ് ഡിസ്ക്ലോസ്. പുറത്തേക്ക് വിടാണ്ട് സേഫായിട്ട് ഈ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യലാക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആസ് മോറൽ ഇൻറ്റഗ്രിറ്റി. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മോറൽ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. വിച്ച് റെഫേഴ്സ് ടു ഹോണസ്റ്റ്, ഫെയർ ആൻഡ് പ്രിൻസിപ്പിളൈസ്ഡ് ഇൻ വൺസ് ആക്ഷൻ. ഒരാളുടെ ആക്ഷനിൽ അവർ ഹോണസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം ആൻഡ് പ്രിൻസിപ്പിൾഡ് ആയിരിക്കണം. ടുഗെദർ ദീസ് വാല്യൂ ഫോസ്റ്റർ ട്രസ്റ്റ് ആൻഡ് എൻഹാൻസ് ക്രെഡിബിലിറ്റി ആൻഡ് അപ്ഹോൾഡ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊഫഷണലിസം ഇൻ ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, ഒരാൾ ഇതും അതായത് കോൺഫിഡൻഷ്യാലിറ്റിയും മോറൽ ഇൻറ്റഗ്രിറ്റിയും വഴി ട്രസ്റ്റ് ഉണ്ടാക്കിയും അതേപോലെ തന്നെ അവരുടെ ക്രെഡിബിലിറ്റി എൻഹാൻസ് ചെയ്യും, സ്റ്റാൻഡേർഡ്സ് ഓഫ് പ്രൊഫഷണലിസം അപ്ഹോൾഡ് ചെയ്യും വേണം. ഇനി അടുത്തത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കോഡ് ഓഫ് എത്തിക്സ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ആർ formalized document adopted by professional organization to guide മെമ്പർ ബിഹേവിയർ. ഓക്കെ, മെമ്പർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറയണതിനെയാണ് എന്ത് പറയുന്നത്? കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ. ദീസ് കോഡ് ഡിഫൈൻസ് മോറൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എഞ്ചിനീയേഴ്സ് ആൻഡ് ടെക്നോളജീസ് ടു സൊസൈറ്റി, ക്ലയൻസ് ആൻഡ് എംപ്ലോയീസ് ആൻഡ് പ്രൊഫഷൻ ഇറ്റ്സെൽഫ്. എങ്ങനെ നമ്മൾ മോറൽ ബിഹേവിയേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്ന് പറയുന്നതാണ് ഇതിൽ വരുന്നത് ഈ കോഴ്സിൽ. കോമൺ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേഫ് ഗാർഡിങ്,
പബ്ലിക് വെൽഫെയർ ഇൻ സൊസൈറ്റി, പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി, അതേപോലെ തന്നെ ഫെയർനെസ് എൻഷുർ ചെയ്യുക, കമ്പറ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതേപോലെ തന്നെ honesty practice here. These code act as a moral compass, helping professionals navigate complex situations and make decisions aligned to social and environmental values. ഇതെന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പറയുന്നത്. അതായത് കോംപ്ലെക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, എൻവയോൺമെന്റിനും സോഷ്യലിനും അലൈൻ ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിങ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഓഫ് ദി മൊഡ്യൂളാണ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ജെൻഡർ സ്റ്റഡീസ്. സോ ഇവിടെ സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റീനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സെക്സ് റെഫേഴ്സ് ടു ബയോളജിക്കൽ ആട്രിബ്യൂട്ട്സ്, അതായത് ക്രോമസോംസ്, ഹോർമോൺസ്, സെക്ഷൽ ഓർഗൻസ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതേപോലെ തന്നെ ടിപ്പിക്കൽ കാറ്റഗറീസ്, അതായത് മെയിൽ, ഫീമെയിൽ, ഇന്റർസെക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്സിൻ്റെ അണ്ടറിൽ വരുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് ഓൺ അതർ ഹാൻഡ് ഇസ് ലൈക്ക് എ സോഷ്യൽ ആൻഡ് കൾച്ചറൽ construct reflecting how society defines roles, behavior and expectation, അതായത് associated with being a man, woman and non-binary individuals. അതായത് സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്ന റോൾസ് ആണ് ജെൻഡർ എന്ന് പറയുന്നത്. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജനിച്ചേക്കണേ എന്നുള്ളതാണ്. സെക്ഷുവാലിറ്റി റിലേറ്റ്സ് ടു ഹൂം ആൻ ഇൻഡിവിജ്വൽ ഇസ് ഇമോഷണലി, റൊമാൻറ്റിക്കലി ഓർ സെക്ഷലി അട്രാക്റ്റഡ് ടു, അതാണ് സെക്ഷുവാലിറ്റി. ടു സച്ച് ആസ് ഇതിൽ പലതരമുണ്ട്. ഹെട്രോസെക്ഷൽ ഉണ്ട്, ഹോമോസെക്ഷൽ ഉണ്ട്, ബൈസെക്ഷൽ ഉണ്ട്, എസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഡിഫറൻസസ് ഇസ് എസെൻഷ്യൽ ഫോർ ഫോസ്റ്ററിങ് റെസ്പെക്ട് ആൻഡ് ഇൻക്ലൂസിവിറ്റി ഇൻ ദ സൊസൈറ്റി. നമ്മളെല്ലാതും റെസ്പെക്ട് ചെയ്യും, അതേപോലെ തന്നെ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യും വേണം. ഓൾ ടൈപ്പ് ഓഫ് പീപ്പിൾ ആർ ദെയർ ഇൻ ദിസ് കൺട്രി. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജെൻഡർ സ്പെക്ട്രം, അതായത് ബൈനറിനേക്കാൾ കൂടുതലാണ്. നമ്മുടെ മൈൻഡിൽ മെയിൽ ആൻഡ് ഫീമെയിൽ എന്ന് മാത്രമേ ഉള്ളൂ, അതല്ല. ജെൻഡർ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ട്രഡീഷണൽ വ്യൂ സീസ് ജെൻഡർ ആസ് ബൈനറി, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജെൻഡർ എന്ന് പറയുന്നത് സ്പെക്ട്രത്തിലാണ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിസ് സ്പെക്ട്രം ഇൻക്ലൂഡ്സ് നോൺ ബൈനറി ഉണ്ട്, ജെൻഡർ ഫ്ലൂയിഡ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ആൻഡ് ഒരുപാട് അതർ ഐഡന്റിറ്റീസ് വേറെ ഉണ്ട് ഡൈവേഴ്സ് ആയിട്ട്. ആൻഡ് ഡു നോട്ട് ഫിറ്റ് നീറ്റ്ലി ഇൻ ടു മെയിൽ ഫീമെയിൽ ഡിക്കോട്ടമി, അതിൽ മാത്രം ഫിറ്റ് ചെയ്യുന്ന അല്ലാതെ പുറത്തുള്ള കുറേ ഉണ്ട്. ഇൻഡിവിജ്വൽസ് മേ ഐഡന്റിഫൈ ആസ് വൺ ജെൻഡർ, മൾട്ടിപ്പിൾ ജെൻഡർ ഓർ നൺ ഓഫ് ഓൾ. ഓക്കെ, recognizing the gender spectrum allows institutions, educators and societies to move beyond restrictive norms. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ഇതിനെപ്പറ്റി പഠിപ്പിക്കണം പിള്ളേരെ. ക്രിയേറ്റ് മോർ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് ദാറ്റ് വാലിഡേറ്റ്സ് എവ്രി വൺസ് ഐഡൻറ്റിറ്റി. എല്ലാവരുടെ ഐഡൻറ്റിറ്റിയും നമ്മൾ ഒരേപോലെ റെസ്പെക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റി, അതേപോലെ തന്നെ ജെൻഡർ എക്സ്പ്രഷൻ. Gender identity is an individual's internal understanding and personal sense of their own gender, which may or may not align with sex aligned at the birth. അതായത് ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ അവരുടെ തന്നെ പറ്റിയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അവർക്ക് എന്താ തോന്നുന്നത് അവരുടെ ജെൻഡറിനെ പറ്റിയിട്ട്. ഇതെന്ന് പറയുന്നത് അവർ ജനിച്ച ജെൻഡർ തന്നെ ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ എന്ന് പറയുന്നത് മെയിൽ ആയിട്ടായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക, പക്ഷെ അവരുടെ ഫീലിങ്സും ഇതൊക്കെ എന്തായിരിക്കും, ഫീമെയിൽ ആയിട്ടായിരിക്കും. ജെൻഡർ എക്സ്പ്രഷൻ ഇസ് ഹൗ സംവൺ outwardly show their gender identity through അവരുടെ ക്ലോത്തിങ്, ഹെയർ സ്റ്റൈൽ, മാനറിസം, വോയിസ്, ബിഹേവിയർ ഒക്കെ ജെൻഡർ എക്സ്പ്രഷൻസിൽ വരുന്നതാണ്. ഇങ്ങനെയാണ് പുറത്ത് കാണിക്കണേ എന്നുള്ളത്. വൈൽ ഐഡൻറ്റിറ്റി ഇസ് internal and deeply personal, expressions is how it conveys to the world. Okay, ആൾക്കാർക്ക് എത്തിക്കുന്നത് എക്സ്പ്രഷനിലൂടെ വഴിയാണ്. റെസ്പെക്ടിങ് ബോത്ത് ആസ്പെക്ട് ഇസ് virtual to uphold ഹ്യൂമൻ ഡിഗ്നിറ്റി. ഹ്യൂമൻ ഡിഗ്നിറ്റി കീപ്പ് ഓൺ ചെയ്ത് പോകാൻ എല്ലാവരെയും റെസ്പെക്ട് ചെയ്യാന്നുള്ളൊരു ഇതേ ഉള്ളൂ. ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിനെ പറ്റിയിട്ടാണ് അടുത്ത് പറയുന്നത്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത് ആർ പ്രീ കൺസൈവ്ഡ് and oversimplified ideas about how individuals of a particular gender should behave or what they are capable of.
ഓക്കെ, എങ്ങനെ അവർ ബിഹേവ് ചെയ്യണം, എങ്ങനെ എന്തൊക്കെ കാപ്പബിലിറ്റീസ് അവർക്കുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെൻ ആർ ബെറ്റർ അറ്റ് മാത്ത്, വുമൻ ആർ ഇമോഷണൽ. ഇതൊക്കെയെന്ന് പറയുന്നത് ആൾക്കാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. ദീസ് സ്റ്റീരിയോ ടൈപ്സ് പേഴ്സണൽ ഫ്രീഡം ലിമിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യുക, ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ഡിഫറെൻറ്റ് സെക്ടേഴ്സിൽ കൊണ്ടുവരും. അതായത് എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, ലീഡർഷിപ്പിലൊക്കെ ഇത് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. Overcoming these stereotypes is essential for creating a just and merit-based society. നമ്മളിത് ഓവർകം ചെയ്ത് കൊണ്ടുവന്നാലാണ് നമുക്കൊരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ജെൻഡർ disparity and discrimination in education. Gender inequality remains a serious concern in education. അതായത് എൻറോൾമെൻറ്റ് ഗ്യാപ്സ് ഉണ്ടായിരിക്കും. അതായത് shows that girls and transgender students are significantly underrepresented in the field like ഈ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് എന്നൊക്കെ ഉള്ളവിടെ ഇവരെ മാറ്റി നിർത്തുന്ന സംഭവമുണ്ട്. ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് എമംഗ് ഗേൾസ് ആർ ഹയർ ഡ്യൂ ടു റീസൺസ് ലൈക്ക് നേരത്തെ കല്യാണം കഴിപ്പിച്ചു വിടുക, ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി, ലാക്ക് ഓഫ് സൊസൈറ്റി ഇൻ സ്കൂൾസ്, സേഫ്റ്റി ഇൻ സ്കൂൾസ് ഒക്കെ കാരണം കൊണ്ട്. അതേപോലെ തന്നെ പുവർ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഇൻഅഡിക്വേറ്റ് ടോയ്ലറ്റ്സും അതേപോലെ തന്നെ അൺസേഫ് എൻവയോൺമെൻറ്റ്സും ഉണ്ടാകുമ്പോൾ എന്താണ്, അവർക്ക് അറ്റൻഡൻസ് കുറയും. Curricula may also refers gender roles and stereotypes. Addressing these issues require multi-pronged approach. അതായത് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ട്രെയിനിങ്സ് ടീച്ചേഴ്സിന് കൊടുക്കണം. ഇൻക്ലൂഡ് കരിക്കുലംസ് റീഫോംസ്, ടാർഗറ്റഡ് സ്കോളർഷിപ്സ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, എത്തിക്കൽ വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് ജെൻഡറിനെ കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വാലിറ്റി എൻഷുർ ചെയ്യുന്നത് ഫെയർ ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ചലഞ്ചസ് ഡിഫറെൻറ്റ് ജെൻഡേഴ്സ് ഫേസ് ചെയ്യുന്നത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വാല്യൂസ് ദ ഇൻക്ലൂഡ് ഓഫ് ഓൾ ജെൻഡർ ഐഡൻറ്റിറ്റീസ് ആൻഡ് എക്സ്പ്രഷൻ. ഓക്കെ, ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് എൻഷുർസ് ദാറ്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് treat a welcoming environment for everyone. എല്ലാവർക്കും ഒരേപോലെ പോളിസീസും പ്രാക്ടീസസും കൊണ്ടുവരിക. Justice involves addressing past discrimination and implementing structures to prevent future biases. ഡിസ്ക്രിമിനേഷനും ബയസസും ഒക്കെ ഇല്ലാതെ കൊണ്ടു നടക്കുന്നതിനെയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ് ജെൻഡർ ബേസ്ഡ് ബാലൻസ്ഡ് ഹയറിംഗ്, zero tolerance for harassment, mentorship for underrepresented groups, and gender audits to identify gaps and implement improvement. Gender balance ആയിട്ടുള്ള ഹയറിങ്ങും സീറോ ടോളറൻസ് ഓഫ് ഹറാസ്മെൻറ്റും അതേപോലെ തന്നെ അണ്ടർ റെപ്രസെൻറ്റിംഗ് ഗ്രൂപ്പ്സ് മെൻറ്റർഷിപ്സിൽ യൂസ് ചെയ്യുന്നതാണ് ജെൻഡർ ഓഡിറ്റ് എന്നാണ് പറയുന്നത്. Gender policy, women transgender empowerment initialization. Okay, government and institutes have implemented policies aiming for the empowerment of women and also for transgender individuals. Government policies implement ചെയ്തിട്ടുണ്ട്. These include reservation policies in education and employment, skill development schemes like boot camps to increase participation in STEM, and entrepreneurship programs offering funding and training. എന്തൊക്കെയാണ് അവർ കൊടുത്തേക്കുന്ന റിസർവേഷൻ പോളിസീസ് ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീംസ് ഉണ്ട്, എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. അതേപോലെ തന്നെ ലീഗൽ ഫ്രെയിം വർക്ക്സ് ഹാവ് ഓൾസോ ബീൻ എസ്റ്റാബ്ലിഷ് ടു പ്രൊട്ടക്ട് അഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. ലീഗൽ ഫ്രെയിംവർക്ക്സ് ഉണ്ട് ഇവരെ ഡിസ്ക്രിമിനേഷനും സെക്ഷൽ ഹറാസ്മെൻറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എംപവർമെൻറ്റ് ഇസ് further supported by leadership development, അതേപോലെ തന്നെ resource center, gender budgeting and transparent monitoring mechanism to ensure accountability and sustained progress. History of women in STEM. Women have long contributed to specific and technological progress, yet many remains unrecognized. ഒരുപാട് ആൾക്കാർ അൺറെക്കഗ്നൈസ്ഡ് എത്തുന്നു. Pioneers like Ada Lovelace considered
the first computer program, Kalpana Chawla as Indian astronaut student as just a few examples of many women who made lasting impact in STEM. Okay, including such figures in history and education content promotes visibility and inspires future generation. Okay, future generation അവരെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. Acknowledging these contributions also challenges the myths that STEM field and inherently male dominated. ഇതെന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ് ആണെങ്കിലും വുമൻസിന്റെ സപ്പോർട്ട് ഉണ്ടായതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജെൻഡർ ടെക്നോളജീസ്, അതായത് ടെക്നോളജി ഈസ് നോട്ട് ജെൻഡർ ന്യൂട്രൽ. അതായത് ഒരുപാട് അൽഗോറിതംസ് ഉണ്ട്, എസ്പെഷ്യലി AI, മെഷീൻ ലേണിംഗ് ആർ ബിൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ബയസ്ഡ് ആയിട്ടുള്ള ഡേറ്റ സെറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള ഔട്ട്കംസ് ആണ് പുറത്തു വരുന്നത്. അതായത് ഫേഷ്യൽ റെക്കഗ്നിഷൻ ടൂൾസ് എന്ന് പറയുന്നത് ലെസ് ആക്യുറേറ്റ് ആണ് വുമൻസിന് ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് ഡാർക്കർ സ്കിൻ ടോൺ. ഓക്കെ, വുമൻസിനും അതേപോലെ തന്നെ ഡാർക്കർ സ്കിൻ ടോൺ ഉള്ളിടത്ത് ഫേഷ്യൽ റെക്കഗ്നിഷൻ കുറച്ച് ഇതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. Similarly, medical technologies often focus on male psychology, leading to inadequate diagnosis of women. Okay, medical technologies വുമൻസിൻ്റെ സംഭവം ഡേറ്റ ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം, പക്ഷേ ഇറ്റ് ഇസ് ലൈക്ക് ഇൻഅഡിക്വേറ്റ് ആയിട്ട് വരാറുണ്ട്. Ethical engineering must critically assess the design and ensures technologies are inclusive, accessible, and equitable across all genders. Okay, ethical values and gender justice. At the core of gender justice, അതായത് ഫെയർനെസ്, റെപ്രസെൻറ്റേഷൻ, നോൺ ഡിസ്ക്രിമിനേഷൻ, ഇക്വാലിറ്റി, ഇതൊക്കെ എന്താണ് കോറായിട്ടുള്ള കാര്യമാണ്. ദീസ് പ്രിൻസിപ്പൽ ഡിമാൻഡ്സ് ദാറ്റ് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ബി dismantled and replace these policies and practices that ensures equal opportunity. Gender justice not only address immediate issues like discrimination and violation but also involves broader systematic reforms. ഇതെന്ന് പറയുന്നത് ഇൻക്ലൂഡ് എന്താ പറയുക എഡ്യൂക്കേഷൻ, വർക്ക് സ്പേസിൽ പ്രാക്ടീസസ് ഫെയർ ആക്കുക, സപ്പോർട്ടീവ് ലീഗൽ ഫ്രെയിംവർക്ക്സ്, ഇതെന്ന് പറയുന്നത് മോർ ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് സംഭവം. സോ നമുക്കിവിടെ നോട്ട് ഷുവർ ഇവിടെ എഴുതാൻ പറ്റില്ല. ഓക്കെ, സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പേഴ്സണൽ ആൻഡ് എത്തിക്കൽ സംഭവം. അപ്പോൾ പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത് ഫാമിലി, കൾച്ചർ, റിലീജിയൻ ഷേപ്പ് ചെയ്തിരിക്കുന്നതാണ്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ ബോഡീസ് ഉണ്ടാക്കുന്ന നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് പേഴ്സണൽ ഡിസ്ലൈക്സ് ഓഫ് ന്യൂക്ലിയർ എനർജി വേഴ്സസ് പ്രൊഫഷണൽ ഡ്യൂട്ടി. ന്യൂക്ലിയർ പ്രൊജക്റ്റ് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്താണ് സിവിക് വെർച്യൂ? എഞ്ചിനീയറിംഗിൽ സിവിക് വെർച്യൂ എന്ന് പറയുന്നത് മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ സൊസൈറ്റിക്ക് പോസിറ്റീവ്ലി കൊടുക്കുന്നത്. എഞ്ചിനീയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയാണെങ്കിൽ പബ്ലിക് സേഫ്റ്റി ലോസ് ഫോളോ ചെയ്യുക, സിവിയർ ആയിട്ടുള്ള സോഷ്യൽ വെൽഫെയർ എത്തിക്കൽ പ്രാക്ടീസസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. സൈബർ ട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യാലിറ്റി യൂസേഴ്സിൻ്റെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ റിലയബിളും കുറേ കൂടി ഇൻറ്റഗ്രൽ ആയിരിക്കും അവരുടെ ഡിജിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രസ്റ്റ് ഇല്ല എങ്കിൽ അവർക്ക് ഡേറ്റ മിസ്യൂസ് ചെയ്യുമെന്നുള്ള പേടി ഉണ്ടാവും. സോ എന്തുണ്ടാവും, ഐഡൻറ്റിറ്റി തെഫ്റ്റും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസും റെപ്യൂട്ടേഷൻ ഡാമേജ് ഒക്കെ ഉണ്ടാവും. വാട്ട് ഈസ് ജെൻഡർ ഇക്വാലിറ്റി ഐഡൻറ്റിറ്റി? ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻറ്റേർണൽ സെൻസ് ആണ് അവരുടെ സ്വന്തം ജെൻഡറിനെ പറ്റിയിട്ട്. ഇതെന്ന് പറയുന്നത് അവരുടെ ബർത്ത് ജെൻഡർ എന്താണോ അതിനെ അലൈൻ ചെയ്തിട്ടുള്ളതല്ല. എന്താണ് പ്ലേഗറിസം?
അത് എന്തുകൊണ്ടാണ് അൺഎത്തിക്കൽ ആയിട്ടുള്ളത്? പ്ലാഗറിസം എന്ന് പറയുന്നത് നമ്മൾ വേറൊരാളുടെ വർക്ക് എടുത്ത് നമ്മുടെയാണെന്ന് പറയുന്നതിനെയാണ് പറയുന്നത്. അവർക്ക് പ്രോപ്പർ ക്രെഡിറ്റ് കൊടുക്കൂല. അൺഎത്തിക്കൽ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഡിറ്റർമൈൻഡ് ഇന്റഗ്രിറ്റി, അത് അവരുടെ ഒറിജിനാലിറ്റി മിസ്റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതെന്ന് പറയുന്നത് ഫ്ലോഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാക്കാനുള്ള ചാൻസസും ഉണ്ട് നേരെ ചൊവ്വേ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ. നമ്മൾ മെൻഷൻ 3 പ്രാക്ടീസസ് ദാറ്റ് പ്രൊമോട്ട് ജെൻഡർ ഇൻക്ലൂഷൻ. നമ്മൾ ജെൻഡർ ബാലൻസ് ആയിട്ടുള്ള ഹയറിങ്ങും സീറോ ടോളറൻസ് ഓഫ് ഹറാസ്മെന്റും അതേപോലെ തന്നെ മെന്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട് ഫോർ അണ്ടർ റെപ്രസെന്റഡ് ഗ്രൂപ്പ്സിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അടുത്തത് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ് വിത്ത് എക്സാമ്പിൾ. പേഴ്സണൽ എത്തിക്സ് എന്ന് പറയുന്നത് റൂട്ടഡ് ഇൻ അപ്ബ്രിങ്ങിങ്, കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളിലാണ്. പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത് എന്താണ്, ക്വാഡിഫൈഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് കമ്പനി കൊണ്ടുവരുന്നത്. അതായത് പേഴ്സൺസ് ബിലീഫ് അഗെയിൻസ്റ്റ് സർട്ടൺ ടെക്നോളജീസ് ആൻഡ് പ്രൊഫഷണൽ ഡ്യൂട്ടി, നമ്മുടെ സേഫ്റ്റി ആൻഡ് കംപ്ലയൻസസ് നോക്കുന്നത്. അതായത് നമ്മുടെ റിലീജിയസ് ബിലീഫ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനത്തെ വരുന്നതാണ്. എഞ്ചിനീയേഴ്സ് മസ്റ്റ് ബാലൻസ് ബോത്ത് പ്രയോറിറ്റൈസിങ് പ്രൊഫഷണൽ കോഡ് ആൻഡ് പബ്ലിക് സേഫ്റ്റി അറ്റ് ദ same. Okay, discuss data collection and management from an ethical representative in a digital era. Ethical data collection requires informed consent, അതേപോലെ തന്നെ privacy protection ഉണ്ടായിരിക്കണം, bias free data set ഉണ്ടായിരിക്കണം. Management must ensure confidentiality, fairness and robust security against misuse. Engineers should design systems that represent inclusivity and prevent discrimination. അടുത്തത് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് അതിൻ്റെ കോസസ് എന്താണ്, അതിൻ്റെ സൊല്യൂഷൻസ് എന്താണ് സജഷൻ ഉള്ളത്. കോസസ് എന്ന് പറയുന്നത് ഏർലി മാരേജ് ആയിരിക്കാം, ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം, അൺസേഫ് ആയിട്ടുള്ള സ്കൂൾ എൻവയോൺമെൻറ്റ് ആയിരിക്കാം, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കാം, അതേപോലെ തന്നെ സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും ഉണ്ടായിരിക്കും. സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ടീച്ചർ ട്രെയിനിങ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ റീഫോം ചെയ്യണം കരിക്കുലം, സ്കോളർഷിപ്സ് കൊടുക്കണം, സേഫ് ആയിട്ടുള്ള സ്കൂൾ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കണം, ആൻഡ് അതേപോലെ തന്നെ ഫെസിലിറ്റീസ് കൊടുക്കുക, അതേപോലെ തന്നെ ക്യാമ്പയിൻസും അങ്ങനത്തെ അവയർനെസ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കാം. വാട്ട് ഈസ് ജെൻഡറൈസ്ഡ് ടെക്നോളജീസ്? എങ്ങനെയാണ് എഞ്ചിനീയേഴ്സിന് ഫെയർനെസ് ഡിസൈനിൽ കൊണ്ടുവരുമ്പോൾ ഫെയർനെസ് കൊണ്ടുവരാൻ പറ്റും? ജെൻഡറൈസ്ഡ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ടൂൾസ് ആൻഡ് സിസ്റ്റംസ് ആണ് ദാറ്റ് unintentionally reflect biases. അതായത് ഫേഷ്യൽ റെക്കഗ്നിഷൻസ് വുമൻസിൻ്റെയും ഡാർക്ക് സ്കിൻ്റെയും ആക്യുറേറ്റ് അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ. ഇതെങ്ങനെയാണ് നമുക്ക് എൻഷർ ചെയ്യാൻ പറ്റുക? ഡൈവേഴ്സ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റും ടെസ്റ്റ് ഇൻക്ലൂസിവിറ്റി, ഡിസൈൻ ചെയ്യുമ്പോൾ ആക്സസിബിലിറ്റി ആൻഡ് ക്രിട്ടിക്കലി ആക്സസ് പാക്ട് അക്രോസ് ഓൾ ജെൻഡേഴ്സ്, എല്ലാ ജെൻഡേഴ്സിലും കൊണ്ടുവരാൻ ശ്രമിക്കാം. സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ 1 വരുന്നത്. സോ സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.